ബുധനാഴ്ച രാവിലെ കോളേജ് ഗേറ്റ് കടക്കുമ്പോൾ ആകാശിൻ്റെ മനസ്സിൽ പതിവില്ലാത്തൊരു അസ്വസ്ഥതയായിരുന്നു. തലേ ദിവസം രാത്രി മുഴുവൻ ഉറക്കമില്ലാതെ ഗീതുവിൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് നോക്കിയിരുന്നതിൻ്റെ ആ വലിയൊരു ഭാരവും ക്ഷീണവും അവൻ്റെ കണ്ണുകളിലുണ്ടായിരുന്നു. ബൈക്ക് പാർക്ക് ചെയ്ത് പതിവ് പോലെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നടക്കുമ്പോഴും അവൻ്റെ കണ്ണുകൾ അറിയാതെ ആ വരാന്തകളിലും തണൽമര ചുവട്ടിലും ഗീതുവിനെ തിരയുന്നുണ്ടായിരുന്നു. വരാന്തയുടെ അറ്റത്ത് സനയുടെ കൂടെ വളരെ ശാന്തയായി നടന്നു വരുന്ന ഗീതുവിനെ കണ്ടപ്പോഴാണ് അവൻ്റെ ഉള്ളിലെ ശ്വാസം നേരെ വീണത്. അവൾ വന്നിട്ടുണ്ട് എന്ന ആ ഒരൊറ്റ ചിന്ത അവൻ്റെ മനസ്സിന് വലിയൊരാശ്വാസം നൽകി. അവൾ തൻ്റെ അരികിലേക്ക് എത്തിയപ്പോൾ ആകാശ് പതുക്കെ നടത്തത്തിൻ്റെ വേഗത കുറച്ചു. അവളെ ഒന്ന് നോക്കി. പതുക്കെ ഒരു ഭാവമാറ്റമെങ്കിലും പ്രകടിപ്പിക്കാമെന്ന് അവൻ കരുതി. സാധാരണയായി മാഷിനെ ഇത്രയും അടുത്ത് കാണുമ്പോൾ ഉണ്ടാകാറുള്ള ഗീതുവിൻ്റെ ആ കള്ളച്ചിരിയോ പരിഭവമോ തിടുക്കമോ ഒന്നും ഇന്ന് അവളുടെ മുഖത്തില്ലായിരുന്നു. അവൾ ആകാശ് മാഷിൻ്റെ മുഖത്തേക്ക് ഒന്ന് നോക്കുക പോലും ചെയ്തില്ല. അവിടെ അങ്ങനെ ഒരാൾ നിൽക്കുന്നുണ്ടെന്ന ഭാവം പോലും കാണിക്കാതെ തികച്ചും അപരിചിതനായ ഏതോ ഒരാളെ കടന്നു പോകുന്നത് പോലെ അവൾ അവനെ പാടെ അവഗണിച്ച് മുന്നോട്ട് നടന്നുപോയി. തന്നെ കണ്ടിട്ടും കാണാത്തതുപോലെ പോയ അവളുടെ ആ തണുത്ത ഭാവം ആകാശിൻ്റെ ഉള്ളിൽ വലിയൊരു ശൂന്യതയാണ് ഉണ്ടാക്കിയത്. കഴിഞ്ഞ ദിവസത്തെ അവളുടെ സങ്കടം ഇപ്പോൾ കടുത്ത വാശിയായും അകൽച്ചയായും മാറിയിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി. ഫസ്റ്റ് പീരീഡ് ആകാശിന് തേർഡ് ഇയറിൻ്റെ ക്ലാസ്സിൽ തന്നെയായിരുന്നു. അവൻ കയ്യിൽ രജിസ്റ്ററുമായി ക്ലാസ്സിലേക്ക് കയറിയപ്പോൾ ഗീത പതിവ് പോലെ ലാസ്റ്റ് ബെഞ്ചിൽ തന്നെയുണ്ട്. പക്ഷേ അവളുടെ ശ്രദ്ധ മുഴുവൻ മുന്നിലെ ടെക്സ്റ്റ് ബുക്കിലായിരുന്നു. മാഷ് ക്ലാസ്സിലേക്ക് കയറുമ്പോൾ ബുക്കൊക്കെ മടക്കി വെച്ച് ക്ലാസ് തീരുന്നത് വരെ മാഷിനെ തന്നെ നോക്കിയിരിക്കുന്ന ആ പഴയ ഗീതു അല്ലായിരുന്നു അത്. അവൻ പതുക്കെ അറ്റൻഡൻസ് വിളിക്കാൻ തുടങ്ങി. ഓരോ പേര് വിളിക്കുമ്പോഴും അവൻ്റെ ശ്രദ്ധ ആ ലാസ്റ്റ് ബെഞ്ചിലായിരുന്നു. ഗീതുവിൻ്റെ റോൾ നമ്പർ വിളിച്ചപ്പോൾ അവൾ പതുക്കെ എഴുന്നേറ്റ് നിന്നു. ഗീതു, കഴിഞ്ഞ ദിവസം എന്താ വരാതിരുന്നത്? ആകാശം എല്ലാവരും കേൾക്കെ വളരെ സാധാരണ മട്ടിൽ എന്നാൽ ഉള്ളിലെ ആവലാതി ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് ചോദിച്ചു. അവൾ മാഷിൻ്റെ കണ്ണുകളിലേക്ക് നേരെ നോക്കാതെ വളരെ തണുത്ത ശബ്ദത്തിൽ പറഞ്ഞു, ചെറിയൊരു പനിയായിരുന്നു സർ, സുഖമില്ലായിരുന്നു. തർക്കുത്തരങ്ങളോ മറ്റോ പരിഭവങ്ങളോ ഒന്നുമില്ലാത്ത ആ ഒരു ലളിതമായ മറുപടി ആകാശിനെ കൂടുതൽ വിഷമിപ്പിച്ചു. താൻ ആവശ്യപ്പെട്ടതുപോലെ തന്നെ അവൾ 2 ദിവസത്തെ സങ്കടത്തിന് ശേഷം തൻ്റെ ഉള്ളിലെ വികാരങ്ങൾ അടക്കിപ്പിടിച്ച് മാഷിനോട് ഒരു വിദ്യാർത്ഥിനി കാണിക്കേണ്ട ആ കൃത്യമായ അകലം പാലിക്കാൻ പഠിച്ചിരിക്കുന്നു. ആ ശരി, ഇരിക്കൂ എന്ന് പറഞ്ഞ് അവൻ ക്ലാസ് എടുക്കാൻ തുടങ്ങി. പക്ഷേ പുസ്തകത്തിൽ നോക്കി വായിക്കുമ്പോഴും അവൻ്റെ മനസ്സ് ആ ശൂന്യമായ നോട്ടത്തിലായിരുന്നു. എന്തൊക്കെയോ പറഞ്ഞു തീർത്ത് പീരീഡ് തീർന്ന ഉടനെ അവൻ ക്ലാസ്സിൽ നിന്നും പുറത്തിറങ്ങി. അന്ന് വൈകുന്നേരം കോളേജ് വിട്ട സമയത്ത് കുട്ടികളെല്ലാം വേഗത്തിൽ പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു. ഗീതുവും സനയും വരാന്തയിലൂടെ നടന്നു പോകുന്നത് ആകാശ് കണ്ടു. ഗീതു അല്പം മുന്നിലോട്ട് നടന്ന ആ ചെറിയ ഇടവേളയിൽ ആകാശ് പതുക്കെ സനയുടെ അരികിലേക്ക് ചെന്നു. സന, ഒന്ന് നിൽക്കൂ, ആകാശ് ശബ്ദം താഴ്ത്തി വിളിച്ചു. സന പതുക്കെ തിരിഞ്ഞു നിന്നു. അവളുടെ മുഖത്ത് മാഷിനോട് സംസാരിക്കാൻ വലിയ താല്പര്യമില്ലാത്ത ഭാവമായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഗീതു അനുഭവിക്കുന്ന സങ്കടം മുഴുവൻ നേരിട്ട് കാണുന്ന ഒരേ ഒരു വ്യക്തി സനയാണ്. ഗീതുവിനിപ്പോൾ എങ്ങനെയുണ്ട്? പനിയൊക്കെ മാറിയോ? ആകാശ് ഒരു ട്യൂട്ടറുടെ പദവിയിൽ നിന്നുകൊണ്ട് ചോദിച്ചു. പനിയൊക്കെ മാറി സാർ, പക്ഷേ അവളുടെ മനസ്സിന് സുഖമില്ല. അവൾക്ക് ആരോടും ദേഷ്യമൊന്നുമില്ല. അവളിപ്പോൾ എല്ലാം ഉൾക്കൊണ്ട് ജീവിക്കാൻ പഠിക്കുകയാണ്. സാർ പറഞ്ഞതുപോലെ ഒരു മാഷെ മാഷായി മാത്രം കാണാൻ അവൾ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു വിഷമം മാത്രമേ ഉള്ളൂ. സന ഒട്ടും ഭയമില്ലാതെ എന്നാൽ ആ വാക്കുകളിൽ നല്ല മൂർച്ചയോടെ മറുപടി നൽകി. അത്രയും പറഞ്ഞ് സന മുന്നോട്ട് നടന്നുപോയി. സനയുടെ ആ വാക്കുകൾ ആകാശിൻ്റെ ഈഗോയ്ക്കേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു. അവൾ തന്നെ പൂർണ്ണമായി ഒഴിവാക്കാൻ തീരുമാനിച്ചു എന്ന് ഉറപ്പായതോടെ ആകാശിന് തൻ്റെ നിയന്ത്രണം പൂർണ്ണമായി നഷ്ടപ്പെടുന്നത് പോലെ തോന്നി. തനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണെന്നും ഈ അകൽച്ച ഇനി ഒരു ദിവസം പോലും സഹിക്കാൻ കഴിയില്ലെന്നും അവൻ വേദനയോടെ തിരിച്ചറിയുകയായിരുന്നു. പിന്നീടുള്ള ദിവസങ്ങളും ഇങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോയത്. ഒരു ദിവസം കൊണ്ട് തീരുന്നതായിരുന്നില്ല ഗീതുവിൻ്റെ ആ മാറ്റം. ദിവസങ്ങൾ ഓരോന്നായി കടന്നു പോയിട്ടും അവൾ ആകാശ് മാഷിനോട് പഴയതുപോലെ ഒരു വാക്ക് പോലും സംസാരിക്കാൻ വന്നില്ല. വരാന്തയിൽ വെച്ചോ ലൈബ്രറിയുടെ അരികിൽ വെച്ചോ ഒറ്റയ്ക്ക് കാണുമ്പോൾ പോലും അവൾ വഴിമാറി നടന്നു. മറ്റെല്ലാ മാഷന്മാരോടും ഡിപ്പാർട്ട്മെൻറ്റിലെ മറ്റു കുട്ടികളോടും വളരെ ഉഷാറായി ചിരിച്ച് സംസാരിക്കുന്ന അവൾ ആകാശിൻ്റെ മുന്നിലെത്തുമ്പോൾ മാത്രം തികച്ചും ശാന്തയും നിശബ്ദയുമായി മാറി. മറ്റുള്ളവർക്ക് മുന്നിൽ വെച്ച് അധ്യാപകൻ്റെ മര്യാദ കാണിക്കാനും അകലം പാലിക്കാനും പറഞ്ഞ മാഷിനെ അവളിപ്പോൾ ആ മര്യാദ 100% കൃത്യമായി നൽകുന്നുണ്ടായിരുന്നു.
പക്ഷെ അതിൽ വല്ലാത്തൊരു മരവിപ്പുണ്ടായിരുന്നു. ഗീതുവിനിപ്പോൾ തന്നോട് ഒട്ടും താല്പര്യമില്ലാത്തതുപോലെയാണ് ആകാശിന് തോന്നിയത്. താൻ അത്രയും കടുപ്പിച്ച് പറഞ്ഞതുകൊണ്ട് അവൾ തൻ്റെ പ്രണയം പൂർണ്ണമായി മനസ്സിൽ നിന്നും ഒഴുക്കി കളഞ്ഞു കാണുമോ എന്ന ചിന്ത അവൻ്റെ ഉള്ളിൽ ഭയം നിറച്ചു തുടങ്ങി. അവൾ എപ്പോഴും കള്ളച്ചിരിയോടെ വന്ന് ശല്യം ചെയ്തിരുന്ന ആ ഡിപ്പാർട്ട്മെൻറ്റ് വരാന്തകളും അവൾ നോക്കിയിരുന്ന ലാസ്റ്റ് ബെഞ്ചുമെല്ലാം കാണുമ്പോൾ ആകാശിനിപ്പോൾ ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. തൻ്റെ ഓരോ ദിവസത്തെയും കോളേജ് ജീവിതം അവളിലൂടെ മാത്രമായിരുന്നു മുന്നോട്ട് പോരുന്നതെന്ന് അവൻ വൈകി തിരിച്ചറിയുകയായിരുന്നു. ഒരു ദിവസം ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് ആകാശ് സ്റ്റാഫ് റൂമിലെ തൻ്റെ മേശപ്പുറത്ത് കൈകൾ കുത്തി വെറുതെ ഇരിക്കുകയായിരുന്നു. മുന്നിലിരുന്ന പുസ്തകത്തിൻ്റെ താളുകൾ അവൻ മറിക്കുന്നുണ്ടായിരുന്നെങ്കിലും അവൻ്റെ മനസ്സ് അവിടെയൊന്നും ആയിരുന്നില്ല. പതിവുള്ള ആ ഒരു ഉഷാറോ കുട്ടികളോടുള്ള ചിരിയോ ഒന്നും ഈ ദിവസങ്ങളിൽ അവൻ്റെ മുഖത്തുണ്ടായിരുന്നില്ല. വല്ലാതെ തളർന്നതുപോലെയുള്ള അവൻ്റെ ഇരിപ്പ് കണ്ട് ചായ ഗ്ലാസ്സുമായി അങ്ങോട്ട് വന്ന ശ്രുതി ടീച്ചർ അവൻ്റെ അരികിലുള്ള കസേരയിലേക്കിരുന്നു. എന്താ ആകാശ്, നിനക്ക് ഈയിടെയായിട്ട് എന്താ പറ്റിയത്? മുഖമൊക്കെ വല്ലാതിരിക്കുന്നു. വല്ല സുഖമില്ലായ്മയും ഉണ്ടോ? ശ്രുതി വല്ലാത്തൊരു ആവലാതിയോട് ചോദിച്ചു. ഏയ്, എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല ശ്രുതി. ചെറിയൊരു തലവേദന, അത്രയേ ഉള്ളൂ. ആകാശം മുഖത്തേക്ക് വന്ന പരിഭ്രമം മറച്ചു വെച്ച് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. തലവേദന മാത്രമല്ല, നീ കോളേജിൽ വന്നിട്ടിപ്പോൾ ആരോടും അധികം സംസാരിക്കാറുമില്ല. എപ്പോഴും എന്തോ വലിയ ചിന്തയിലാണല്ലോ. എന്തെങ്കിലും പേഴ്സണൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ കുറച്ച് ദിവസം ലീവ് എടുത്ത് വീട്ടിലിരുന്നൂടെ? ശ്രുതി വീണ്ടും ചോദിച്ചു. ആകാശ് വെറുതെ ഒരു ചിരിയോടെ ഇല്ലെന്ന് തലയാട്ടി. ശ്രുതി ചായ കുടിച്ച് തീർക്കുന്നതിനിടയിലാണ് ടേബിളിലിരുന്ന് തേർഡ് ഇയറിൻ്റെ അറ്റൻഡൻസ് രജിസ്റ്ററിലേക്ക് നോക്കിയത്. അപ്പോഴാണ് അവൾക്ക് മറ്റൊരു കാര്യം ഓർമ്മ വന്നത്. പിന്നെ ആകാശ്, നീ ആ തേർഡ് ഇയറിൻ്റെ ക്ലാസ് ട്യൂട്ടറല്ലേ? ആ ക്ലാസ്സിലെ ഗീതു എന്നൊരു കുട്ടിയില്ലേ? അവൾക്ക് എന്തെങ്കിലും ഫാമിലി പ്രോബ്ലം ഉണ്ടോ എന്ന് നീ ഒന്ന് അന്വേഷിക്കണം. ഗീതുവിൻ്റെ പേര് കേട്ടതും ആകാശിൻ്റെ ഉള്ളിൽ പെട്ടെന്നൊരു കൊള്ളിയാൻ മിന്നി. അവൻ പതുക്കെ ശ്രുതിയുടെ മുഖത്തേക്ക് നോക്കി. എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആകാശ ശബ്ദം സാധാരണ നിലയിലാക്കാൻ ശ്രമിച്ച് ചോദിച്ചു. പ്രശ്നമുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ സാധാരണ എൻ്റെ ക്ലാസ്സിലൊക്കെ ഭയങ്കര ആക്റ്റീവായിരുന്ന കുട്ടിയാണ് അവൾ. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ചോദിക്കുന്നതിന് മാത്രം വളരെ തണുത്ത മട്ടിൽ മറുപടി പറയും. ക്ലാസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കാതെ എപ്പോഴും ജനലിലൂടെ പുറത്തേക്ക് നോക്കി ഒരൊറ്റ ഇരിപ്പാണ്. അവളുടെ ആ പഴയ പ്രസരിപ്പൊക്കെ എവിടെ നഷ്ടപ്പെട്ടതുപോലെ. പഠിക്കാൻ മിടുക്കിയായ കുട്ടിയല്ലേ? അതുകൊണ്ട് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ നീ ട്യൂട്ടർ എന്ന നിലയിൽ അവളോടൊന്ന് തനിയെ സംസാരിക്കുന്നത് നന്നായിരിക്കും. ശ്രുതി പറഞ്ഞു നിർത്തി. ശ്രുതി ടീച്ചർ അത് പറഞ്ഞ് എഴുന്നേറ്റ് പോയപ്പോഴേക്കും ആകാശ് ആ കസേരയിൽ തന്നെ തരിച്ചിരിക്കുകയായിരുന്നു. താൻ കാരണം ഒരു പെൺകുട്ടിയുടെ മാനസികാവസ്ഥയും അവളുടെ ആ പഴയ സന്തോഷവുമെല്ലാം പൂർണ്ണമായി നഷ്ടപ്പെടുകയാണല്ലോ എന്നോർത്തപ്പോൾ അവൻ്റെ ഉള്ളിൽ ഒരു വലിയ കുറ്റബോധം വന്നു നിറഞ്ഞു.